ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാൻ പോകുന്നത്. വേറൊന്നുമല്ല, പിണ്ടിയും പരിപ്പും കൂടി കറി വെച്ചതാട്ടോ. നമുക്ക് കറിയുടെ ഡീറ്റെയിൽസ് എല്ലാം അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മേ, അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെച്ചെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ നാടൻ സ്പെഷ്യൽ ആലാണ് അമ്മേ. അധികം എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനമല്ലല്ലോ. അതെ അതെ, പിണ്ടി അധികം നമുക്ക് കിട്ടാറില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേട്ടൻ തന്നതാണേ, വാഴപ്പിണ്ടി. അമ്മ എല്ലാ വാഴപ്പിണ്ടിയും കറി വെക്കോ? എല്ലാ വാഴപ്പിണ്ടിയും കറി വെക്കില്ല. നമ്മുടെ പാളയങ്കടം വാഴയുടെ ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഏത്തവാഴയുടെ വെക്കാം, പക്ഷെ അത്ര നല്ലതല്ല. നല്ല ടേസ്റ്റ് പാളയംകുട. പാളയങ്കട ഏത്തവാഴയുടെ നല്ലതാണ്, അധികം നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് കഴിക്കണം നല്ലതാണ്. പക്ഷെ രുചി കൂടുതൽ ഈ പാളയങ്കടം വാഴയുടെ പിണ്ടിക്കല്ലേ. ഓക്കെ അമ്മ, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുത്താലേ എങ്ങനെയൊക്കെയാണെന്ന് അമ്മ ഒന്ന് പറയാമോ? പറയാം. ആദ്യം നമ്മൾ പിണ്ടി ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിന്റെ നാര് നമ്മൾ കളയും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അടുക്കി അരിഞ്ഞ് വെച്ച ഇത് പിണ്ടി കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ട് കൊത്തി അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞ് വെച്ച് പിണ്ടി പരിപ്പും എടുത്ത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ അടുപ്പത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചു. ഒന്ന് ഊതിയാൽ മതി. ഒരു വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ ഊതിയാൽ മതി. പിന്നെ അതിനോട്ടുള്ള അരപ്പ് എന്തൊക്കെയാ? അരപ്പ് നമ്മൾ തേങ്ങ, 2 തരി ജീരകം, ഉള്ളി, പിന്നെ മഞ്ഞപ്പൊടി, കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് അല്ലേ. എല്ലാം കൂടി അരച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് പയ്യെ തിളപ്പിക്കാതെ പയ്യെ നന്നായിട്ട് ഇതാക്കി മിക്സ് ചെയ്യണോ? മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ട് തിള വരരുത്. തിള വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് തേങ്ങയുടെ അരച്ച അരപ്പിന്റെ രുചിയൊക്കെ അങ്ങോട്ട് പോകും. അതെ. അപ്പൊ ചെറിയ തീയിലാണോ വേവിച്ചെടുക്ക? ഇങ്ങനെ ചെറിയ തീയില്. അതെ അല്ലേ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ആവി ഇങ്ങനെ വന്നു കഴിയുമ്പോ നമുക്ക് ഓഫാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മള് വെളിച്ചെണ്ണ ഇത്തിരി 2 വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് ഇട്ട് അതിനകത്ത് ചെറുള്ളി അരിഞ്ഞത് ഇട്ട് അതിനകത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇങ്ങനെ ഇട്ട് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിക്കൂല്ലേ. അപ്പൊ നമ്മൾ വേറെ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കണില്ല. കാന്താരിയിലായിരിക്കൂലേ ടേസ്റ്റ് ഇരിക്കണത്. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലായിടത്തേക്കും ഇങ്ങനെ വെക്കുമെന്ന് അറിയില്ല, അറിയില്ലായിരിക്കും. നമ്മുടെ ഈ നാട്ടില് ഒരു പ്രത്യേക ഒരു കറിയാണ്. അതെ, വയറിനും നല്ലതാണല്ലോ. നല്ലതാണ്. അപ്പൊ നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ, പിണ്ടിയും പരിപ്പും കൂടെ വെച്ചത്. അപ്പോൾ എല്ലാവരും പറ്റണവർ പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതെ, അമ്മ ഉള്ളിയൊക്കെ കടുക് പൊട്ടിക്കണ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് ലാസ്റ്റ് ഇടാനുള്ള ഐറ്റംസ് ആട്ടോ ഇത്. ഉള്ളി കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില അത് താളിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ പറ്റണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ മാം. ഇതിൽ ധാരാളം നാരടങ്ങിയ ഒരു വസ്തുവാണല്ലോ നമ്മുടെ പിണ്ടി. അത് കഴിക്കുന്നവർക്ക് നല്ല വയറിനൊക്കെ നല്ലതാണ്, ഹെൽത്തിയാണ് ഇല്ലേ മാം. പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും. എന്നിട്ട്